ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കിടക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. ഇന്ന് നമ്മൾ മുറിക്കാത്ത കേട്ടോ, വെളിയിലൊന്നും സ്ഥലമില്ല ഞാൻ നോക്കിയിട്ട് കേട്ടോ. അവിടെ നമ്മുടെ അകത്താണ് ഫാൻ ഇട്ടാൽ കേൾക്കുമോ എന്തോ ഭയങ്കര ചൂട്, അതുകൊണ്ടാണ് ഫാൻ ഇട്ടേക്കുന്നത്. കേൾക്കുമോ ഫാൻ ഓഫാക്കുന്നത് ഞാൻ പറയുന്നത് ചിലപ്പം കേൾക്കത്തില്ലായിരിക്കാം. ഞാൻ ഒന്ന് നോക്കട്ടെ. നിങ്ങൾ കേട്ടില്ലേ ഫാനിൻ്റെ ശബ്ദം കൊണ്ട്? കേട്ടില്ലെന്ന് എനിക്കൊരു സംശയം. നോക്കട്ടെ. ഫാനില്ലാതെ നമുക്ക് ഇതിനകത്തൊന്നും നിൽക്കാൻ ഒക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ടിപ്പ് തുടങ്ങാം. അടിപൊളി മുഖമൊക്കെ തിളങ്ങാൻ അടിപൊളി കിടക്കാച്ചി ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. ഇത് നമ്മുടെ തൈര് കുട്ടനെയും നാരങ്ങ കുട്ടനെയാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. മുഖമൊക്കെ തിളങ്ങണ്ടേ? തിളങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നിങ്ങൾ തിളക്കിക്കുമോ നിങ്ങളുടെ മുഖമൊക്കെ. അപ്പോൾ ഇതേ തൈര് കുട്ടനെ നമ്മളിതിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളപാത്രമാണ്, കാണത്തില്ല. ഇത് കൂടെ തന്നെ നമ്മൾ നാരങ്ങക്കുട്ടനെയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ട് പേരുമാണ് ഇന്നത്തെ നമ്മുടെ താരം കേട്ടോ. കുറച്ച് രണ്ടും പുളിയന്മാരാണ്. ആഹാ. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് നന്നായിട്ട് ഇതങ്ങോട്ട് പരട്ടിക്കും, വാരി അങ്ങോട്ട് പൂശിക്കും കേട്ടോ. ഒരടിപൊളി കിടുക്കാച്ചി ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നതാണ്. 2 പ്രാവശ്യത്തോ, 2 അല്ല 3 അല്ല 4 അല്ല, ഒരു 10,000 പ്രാവശ്യം കഴുകിയാലും ചൂടിനൊന്നും ഒരാശ്വാസമൊന്നുമില്ല കേട്ടോ. കഴുകിക്കൊണ്ടേ ഇരിക്കുക നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ പായ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുഖം തിളങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി നമ്മുടെ തൈര് കൂട്ടനെയും ഇങ്ങനെ നാരങ്ങ കൂട്ടനെയും എടുത്ത് ഇങ്ങനെ മുഖത്തിട്ടോളൂ കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് മുഖത്തിട്ടോളൂ. എന്നിട്ടൊരു 15 മിനിറ്റൊക്കെ നിന്നാൽ മതി കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് ബ്ലീച്ച് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഒരു 2 നാരങ്ങ മാത്രമായിട്ട് നമ്മുടെ മുഖത്തിട്ട് കൊടുക്കരുത് ഒരിക്കലും. നാരങ്ങയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ നാരങ്ങക്കൂട്ട അത്ര ഇതൊന്നും അല്ല കേട്ടോ, നല്ലവനൊന്നും അല്ല. അതാ പറയുന്നത്. അവനെ ഒറ്റയ്ക്ക് നമ്മൾ നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കരുത്, കൂടെ ആരെങ്കിലുമൊക്കെ ചേർത്ത് പുരട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കുക. എന്നൊന്നും ചെയ്യേണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇത് നാരങ്ങക്കൂട്ടം ഞാൻ പറഞ്ഞില്ലേ, ആൾ ശരിയല്ല. അപ്പോഴതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതങ്ങ് തുളച്ച് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ കൂടെയുള്ള നമ്മുടെ തൈരൂട്ടൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. വെളുക്കാനും തുടുക്കാനും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് വേറെ ആരുമില്ല കേട്ടോ. അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ നമ്മുടെ തൈര് കൂട്ടൻ. അപ്പോൾ ഇതിൻ്റെ ഈ നന്നായിട്ടൊക്കെ മസാജ് ചെയ്ത് കേട്ടോ. നല്ല കട്ട തൈര് തന്നെ എടുക്കണം. ഞാൻ കട്ട തൈരാണ് എടുത്തത്. നല്ല കട്ട തൈര് തന്നെ നമ്മൾ എടുക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ഇതേപോലെ പായ്ക്കിടുമ്പോൾ എന്ത് കാര്യം ചെയ്യണം, നമ്മുടെ കഴുത്തിലും കൂടെ നമ്മൾ തേച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ മുഖം കഴുത്തിറയായി പോവും കേട്ടോ. അപ്പോൾ ഇനി വെളുത്തില്ലെന്ന് പറയരുതാരും, തുടുത്തില്ലെന്നാരും പറയരുത്, തിളക്കമില്ലെന്നാരും പറയരുത് കേട്ടോ. അപ്പോഴും വെളുക്കാനും തുടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇവനെ ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞായിട്ടൊക്കെ മസാജ് ചെയ്ത് കൊടുത്തോളൂ. പെരയ്ക്കകത്ത് വരെ കൊതുകിൻ്റെ ഭീകരാക്രമണം കേട്ടോ. എന്തൊരു കൊതുവാണ്. അതിനാണ് ഞാൻ ഫാൻ ഇട്ടിരുന്നത് കേട്ടോ. ഫാൻ ഇട്ടിരുന്നാൽ നമുക്ക് കേൾക്കാനൊക്കത്തില്ല. അപ്പോഴത്തെ നന്നായിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. 15 മിനിറ്റ് ഇരുന്നാൽ കേട്ടോ. ഏത് സമയത്താണെന്ന് അറിയത്തില്ല. ഇന്നലെ ഞങ്ങൾക്കൊന്നും ഇവിടെയൊന്നും കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഇടിയും മഴയായിരുന്നു, ഭയങ്കര ഇടിയും മഴയും. കറണ്ടും ഇല്ല, ഒന്നും. പാതിരാത്രിയായപ്പം കറണ്ട് വന്നു. ഞങ്ങളെല്ലാം ഉറങ്ങിയ സമയത്ത് കറണ്ട് വന്നു. ഇതുവരെ തുടങ്ങിയില്ല കേട്ടോ ഇടിയും മഴയും. ഇന്നലെ ഭയങ്കര മിന്നലും ഇടിയായിരുന്നു. അപ്പോഴത്തെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട്
മസാജ് ചെയ്ത് കൊടുക്കും. നമ്മളിത് പെരട്ടുമ്പം തന്നെ ഒരു 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 വെളുപ്പൊക്കെ വരത്തില്ലേ അല്ലേ? അപ്പോഴിത് കഴുകി മാറ്റുമ്പോൾ അതിനെക്കാട്ടിലും വെളുത്ത് കൊടുക്കും കേട്ടോ. നന്നായിട്ട് പുരട്ടി നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം. പിന്നെ തേച്ച് പിടിപ്പിച്ച് കേട്ടോ. ഞാൻ അടുത്ത സമയത്ത് ഇത് ചെയ്തിട്ടില്ല കേട്ടോ. ഒത്തിരി നാളായി ഇത് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഓരോരോ ഇങ്ങനെ പായ്ക്കലിട്ട് പോവല്ലേ. അപ്പോൾ ഇത് ചെയ്തിട്ട് ഒത്തിരി ദിവസമായി. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഇവനെ തന്നെ ഇന്ന് നമുക്ക് എടുക്കാം. മറ്റവരെയൊക്കെ അല്ലേ ഇന്ന് നമ്മൾ കൂട്ട് പിടിക്കുന്നത്. ഇന്നെന്നാൽ പിന്നെ ഇവനെ തന്നെ നമുക്ക് ഇട്ട് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. തേച്ചിട്ട് ഫാൻ്റെ ഇടത്ത് നിൽക്കരുത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകും കേട്ടോ. അല്ലെങ്കിൽ ഫാൻ്റെ ഇടത്ത് ഇപ്പോഴേ നിൽക്കേണ്ട. നമുക്ക് ഇത് പെട്ടെന്ന് വലിഞ്ഞുണങ്ങി പോകും കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് ഇത് ഉണക്കിയെടുക്കാം. ഉണക്കിയൊന്നും വേണ്ട, 15 മിനിറ്റ് നിന്നാൽ മതി. ഉണക്കിയൊന്നും വേണ്ട കേട്ടോ. ഇപ്പം തന്നെ കേട്ടോ നമ്മുടെ മുഖമൊക്കെ ഒരു വ്യത്യാസമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോഴതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റ് ആയി കേട്ടോ. 15 മിനിറ്റായി. നന്നായിട്ട് ഉണങ്ങി. തുടച്ച് മാറ്റേ. 15 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. ഒരുപാട് സമയം ഇരിക്കേണ്ട. 15 മിനിറ്റ്. അപ്പോൾ ഇത് നമ്മൾ തുടച്ചൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ലൈവ് റിസൾട്ട് നമ്മൾ കാണിച്ചിരിക്കുകയാണ്. നമ്മുടെ മുഖം ക്ലീൻ ആവും കേട്ടോ. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കുളിച്ചെന്നൊക്കെ പറഞ്ഞാലും ഇച്ചിരി നേരം വിയർത്തൊക്കെ വരുമ്പോഴത്തേന് വിയർപ്പും ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമുക്ക് മുഖം നല്ല ക്ലീനാക്കി എടുക്കാം കേട്ടോ. ഒന്നുമില്ല കേട്ടോ. പേപ്പറിൻ്റെ അകത്ത് ഒന്നുമില്ല. മക്കൾ പറയുന്നത് ഇവിടെ പേപ്പർ വാങ്ങിച്ചിട്ട് വരുന്ന ഫുള്ള് അമ്മ എടുത്ത് തുടക്കി എത്ര പെട്ടി ഇവിടെ വാങ്ങിച്ചോണ്ടിരുന്നാലും ഇവിടെ തികയുന്നില്ല. എന്താ നമ്മളിങ്ങനെ ടിപ്പ് ചെയ്യുക, പേപ്പർ എടുക്കുക, തുടച്ച് മാറ്റുക, ഇതൊക്കെ തന്നെ എൻ്റെ പരിപാടി കേട്ടോ. ഇതൊക്കെ ആരൊക്കെയാണോ കണ്ടുപിടിച്ചതൊന്നും പറയണ്ട. എന്തായാലും നമുക്കത് നല്ല കേട്ടോ. അപ്പോഴത്തേ നമ്മൾ അടിപൊളിയായിട്ട് തുടച്ചു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. എന്നൊന്നും ചെയ്യാൻ സോപ്പ് അറിയത്തില്ല. ചിലപ്പോൾ എല്ലാ വീടുകളിലും തൈര് കാണത്തില്ല, എല്ലാ വീടുകളിലും ഇപ്പോഴും നാരങ്ങ കാണത്തില്ല. ഉള്ള സമയത്ത് വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ ഇല്ല ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്ത് ആഴ്ച ഒരു പ്രാവശ്യം ഈ പാക്കിട്ടാൽ കേട്ടോ നല്ല കിടു റിസൾട്ട് കിട്ടുന്നതാണ്. മുഖമൊക്കെ നല്ല സോഫ്റ്റാവും കേട്ടോ. സോഫ്റ്റാവും, നല്ല നിറവും കിട്ടും കേട്ടോ. മൂക്കുതിയുടെ സൈഡിലൊക്കെ ചിലപ്പം കാണും ഇതേമാതിരിയൊക്കെ ഉള്ളത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നമുക്ക് തുടച്ചു മാറ്റാം. അപ്പോഴത്തേക്കും നമ്മൾ തുടച്ച് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് സുന്ദരിയായി നമ്മൾ കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ.
അടിപൊളിയാണ്. ഒരു 15 മിനിറ്റത്തെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. സിന്ദൂരം കുറവായിപ്പോയി അല്ലേ, വിയർത്ത് കുളിച്ച് പിന്നെ മുഖവും കഴുകിയിട്ട് വന്നതില്ലേ, അതുകൊണ്ട് സിന്ദൂരമൊക്കെ മാഞ്ഞു പോയി ഇന്നത്തെ. അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം, കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും സുപ്പു ഇത് പരീക്ഷിച്ചു വിജയിച്ച ഒരു സംഭവമാണ് കേട്ടോ, അടിപൊളി സംഭവമാണ്. ഞാൻ പക്ഷെ ഉപ്പ് ഒത്തിരി ദിവസമായി കേട്ടോ ഞാൻ ഇതിട്ടട്ടെ. അപ്പോഴേ നാരങ്ങ കിട്ടി, തൈരുണ്ട്, എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഇത് ഒത്തിരി ദിവസമായി, സത്യം പറയാമല്ലോ, ഈ ഒരു പാക്കറ്റ് ഒത്തിരി ദിവസമായി. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് സുപ്പുവിനെ വിളിച്ചറിയിക്കണം. നമ്മളെല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അപ്പോഴും നമുക്ക് നാളെ നല്ല ടിപ്പുമായിട്ട് വരാം കേട്ടോ. ഭയങ്കര മഴ വരുന്നു. നമുക്ക് നല്ല ടിപ്പുകളും നല്ല കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം ഇത് കേട്ടോ.